ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് ഒരിടത്തുനിന്ന് കിട്ടിയതാണ്. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അതിനാവശ്യത്തിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ചക്കക്കുരു മെഴുക്കുവരട്ടി തേങ്ങ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇത് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 4 വെളുത്തുള്ളി ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 സവാള എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എടുത്ത് വെച്ചിരിക്കുന്ന ഈ സവാള ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതിൽ ഞാൻ ഈ കപ്പിന് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാമേ. ഇത് ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കാരണം ചക്കക്കുരു അടിക്ക് പിടിക്കാനിടയുണ്ട്. തുറന്ന് നോക്കിയൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇതിലെ വെള്ളം വറ്റിയിട്ടില്ല, കുറച്ചുകൂടെ വറ്റാനുണ്ട്. ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാമേ. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട് നന്നായി. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പകുതി ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവും. മെഴുക്കുവരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൽ കുരുമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തോണ്ട് മെഴുക്കുവരട്ടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് മതിയേ. ഇതിനൊക്കെ സെർവ് ചെയ്യുവാണ്. ഇത് അപ്പോൾ നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്